തീരുമാനിച്ചത് കൃഷിയോഗ്യമല്ലാത്ത ഭൂമി ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം വെച്ചാൽ അത് ഈ കോർപ്പറേറ്റ് സെക്ടറിന്റെ കടന്നുകയറ്റം തീർച്ചയായിട്ടും ഹെൽത്ത് സെക്ടറിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിന് വളരെ നല്ല രീതിയിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത ഒരു ഏരിയയാണ്. കാരണം ഇന്ന് നമുക്കറിയാം കളക്ടറേറ്റിൽ ഇന്നലെ സമരമൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടേഴ്സിൻ്റെ. കാരണം സാധാരണക്കാർക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് കോർപ്പറേറ്റിൻ്റെ കടന്നുകയറ്റം. കോവിഡ് സമയത്തൊക്കെ തന്നെ നമ്മളുടെ മരണനിരക്ക് കുറയാൻ കാരണം ആളുകൾക്ക് ഓരോ ഹോസ്പിറ്റലുകൾ അവിടെ ഇഷ്ടമനുസരിച്ച് സ്വീകരിക്കാനുള്ളത് കാരണമാണ് നമുക്ക് ആ ബുദ്ധിമുട്ടെല്ലാം മാറി. യൂറോപ്യൻ കൺട്രീസിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ എത്രയോ പത്തിരട്ടിയായിരുന്നു മരണനിരക്ക്. എടപ്പാൾ വെച്ചിട്ട് സഖാവ് പിണറായി വിജയനുള്ള സ്ഥലത്ത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. കാരണം അവരുടെ യാത്ര അവരുടെ പോക്ക് മരണ പോക്കാണ്. കാരണം സാധാരണ ഡിസിപ്ലിൻ ഡ്രൈവിംഗ് ഡിസിപ്ലിനോട് പോകുന്ന ആളുകൾക്ക് പോലും അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടിലാണ് ഈ പ്രൈവറ്റ്. ഞാൻ വീണ്ടും പറയുന്നു, പ്രൈവറ്റ് ബസ് അതും ദീർഘ റൂട്ടുകളിലുള്ള പ്രൈവറ്റ് ബസ്സുകളുടെ യാത്ര സെൻട്രലിലൂടെയാണ് എല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ടാവും. കാരണം നമ്മളൊക്കെ സൈഡിലേക്ക് മാറ്റി കൊടുക്കണം. അവരെപ്പോഴും ഓണടിച്ചിട്ടാണ്. തൃശ്ശൂർ മുതൽ കാലിക്കറ്റ് വരെയുള്ളവരുടെ യാത്ര ഓണടിച്ചിട്ടാണ്. ഞാൻ പല സമയങ്ങളിലും ഇമെയിലായിട്ടൊക്കെ തന്നെ ഇന്നത്തെ ഗതാഗതം മൊത്തം നഷ്ടപ്പെടാൻ പോവുകയാണ്. വികസനം വരലോടുകൂടി കോസ്റ്റൽ ഏരിയയിലുള്ള മുഴുവൻ ആ ഏരിയ മുഴുവനും ഇല്ലാതെയാകുമെന്നും പറയുന്നു. വസ്തുത വികസനം എന്നതാണെങ്കിലും അതിൻ്റെ പ്രചരണം താഴെ തട്ടിലേക്ക് ഒരു നാടൻ സ്ലാങ്ങിൽ അവർ അവതരിപ്പിക്കുമ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് എൻ്റെ വീട് പോവുകയാണെങ്കിൽ എൻ്റെ ജീവിതം പോവുകയാണെങ്കിൽ എൻ്റെ ജോലി പോവുകയാണെന്നുള്ളൊരു കൺസെപ്റ്റ് വരികയാണ്. അതിന് തിരിച്ചുള്ള സാധാരണക്കാർക്കിടയിലേക്ക് തുറന്നൊരു വേദിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നില്ല എന്നൊരു സംശയമുണ്ട്. അപ്പോൾ റോഡ് വരുന്നതിന് മുമ്പ് റോഡ് വരുന്നു, വീട് പോകുന്നു, റോഡ് വന്നപ്പോൾ നമ്മുടെ നാട് നശിക്കുന്നു എന്നുള്ള പ്രചരണം താഴെ തട്ടിലേക്ക് അതിലേക്കുള്ള ഒരു പ്രചരണത്തിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് 3 പോയിന്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊന്ന് ഈ തീവ്ര സ്വഭാവത്തിൽ സംസാരിക്കുന്ന ആളുകൾ, തീവ്ര സ്വഭാവത്തിൽ മീഡിയയിലൂടെ സംസാരിക്കുന്ന ആളുകൾ. ഇവിടെ LDF ഗവൺമെൻറ്റിൻ്റെ പല ഘട്ടത്തിലുമുള്ള ഇടപെടലുകൾ നമുക്കൊക്കെ വലിയ ധൈര്യവും സമാധാനവും തന്നിട്ടുണ്ട്. എവിടെ ഇടപെടണോ അവിടെ നല്ല കമൻറ്റ്, നല്ല ഡയലോഗ്, പറയേണ്ട തലത്തിലുള്ള പറഞ്ഞതായിട്ട് നമ്മളൊക്കെ നമ്മളെ പോലത്തെ നിരീക്ഷകർക്ക് സാധാരണ ജനങ്ങൾക്ക് വലിയ സമാധാനം തരുന്നു. പക്ഷെ മറുവശത്ത് ഇത് നടക്കുമ്പോൾ ഈ സമാധാനം നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ മറുവശത്ത് സോഷ്യൽ മീഡിയയിലൂടെ വളരെ സിമ്പിളായിട്ട് മതത്തിനെതിരെയുള്ള അതല്ലെങ്കിൽ അതല്ലാത്ത മറ്റു കാര്യങ്ങൾക്കെതിരെയുള്ള വാക്കുകൾ തീരെ ശ്രദ്ധിക്കാത്ത മീഡിയകൾ സജീവമാകുമ്പോൾ ഈ പറയുന്ന ആളുകൾക്കെതിരെ ഒരു നടപടിയും ഇല്ലല്ലോ, അവരൊക്കെ ഇത് പറഞ്ഞിട്ടും ഒരു തീരുമാനവും വന്നില്ലല്ലോ. അതിൽ ചില ടീച്ചർമാരൊക്കെ ഉണ്ട്. ഞാൻ പ്രത്യേക ഒരു ടീച്ചറെ പറയല്ല, ഒരു പ്രത്യേക അറിയപ്പെട്ട ടീച്ചറുള്ളതുകൊണ്ട് പേര് പറയാതെ ഞാൻ പറയുന്നു. അവർക്ക് ഇത്രയും പരസ്യമായിട്ട് ഇത് സംസാരിക്കുമ്പോൾ ഗവൺമെന്റ് തലത്തിൽ നിന്ന് അവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തുന്ന അത് 2 ഗവൺമെന്റിനും ആ പരിമിതി ഉണ്ടാവുമല്ലോ. അപ്പൊ ജനങ്ങൾക്ക് ഒരു സമാധാനം വരും. അത് പരിമിതി ഇല്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് പിടിച്ചു കെട്ടാത്തത് എന്നൊരു ചോദ്യം പൊതുവെ എൻ്റെ പോലും ഹൃദയത്തിലുള്ളതാണ്. ഇതാണ് സാധാരണ ജനങ്ങൾക്ക് തോന്നുന്നത്. ഇതൊരു തീവ്ര സ്വഭാവത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, നാളെ അപകടം വരുമോ എന്നൊരു ഭീതി പൊതുജനങ്ങളിൽ വരുത്തുന്നുണ്ട്. മറ്റൊന്ന് ഇത് രണ്ടാമത്തെ. അപ്പൊ അതിനൊരു നിയമം വരുത്താൻ പറ്റുമോ? തീവ്രമായി ആര് സംസാരിച്ചാലും ഉടനെ തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സെഷൻ അപ്പം പിടിച്ചു കിട്ടുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ തന്നെ. മൂന്നാമത്തത് മയക്കുമരുന്ന്. കള്ളു കുടിച്ച് ഡ്രൈവ് ചെയ്യുന്നവനോട് ഡ്രൈവ് ചെയ്യരുതെന്ന് പറയുകയാണ്. കള്ളു കുടിച്ച് ബോധം നഷ്ടപ്പെട്ടവൻ ഡ്രൈവ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം അവർക്ക് ഡ്രൈവ് നിയന്ത്രിക്കാൻ പറ്റില്ല, അവൻ്റെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നതിൻ്റെ കാരണം. ഈ ബോധം നഷ്ടപ്പെട്ടവനോട് ഡ്രൈവ് ചെയ്യേണ്ടെന്ന് വിധി പറഞ്ഞാൽ ബോധമില്ലാത്തവനാണല്ലോ അവൻ എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. അപ്പൊ ഈ ബോധം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള മയക്കുമരുന്ന് ഒരു ഭാഗത്ത് ചെറിയ രൂപത്തിലെങ്കിലും തുറന്നു വെച്ചുകൊണ്ട് മയക്കുമരുന്ന് രംഗപ്പെട്ടവരോട് എന്ത് വിധി പറയുന്നതും ഒരു ബുദ്ധിപരമായ മനസ്സിലാവാത്തൊരു പ്രശ്നമാണ്. ശാശ്വതമായി ഉണ്ടാക്കുന്നത് പ്രതീക്ഷിക്കുന്നു. പിന്നെ പൊന്നാനിയിലെ വികസനം സംബന്ധിച്ചും വാണിജ്യ കേന്ദ്രം എന്ന രീതിയിലുള്ള ഈ മുന്നേറ്റം ഉണ്ടാക്കുന്ന കാര്യം സംബന്ധിച്ചുകൂടെ മുഹമ്മദ് ഖാസിമാരും തന്നെ വിശദീകരിച്ചു.
ഇവിടെ വലിയ പ്രൊജക്റ്റ് വരാൻ പോകുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞപ്പോൾ ആ പ്രൊജക്റ്റ് വരുന്നതിനെതിരായി ജനങ്ങളിൽ കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പൊന്നാനിയാകെ ഇല്ലാണ്ടായി പോവുകയാണ്. പൊന്നാനി ഒരു 1600 കോടി റുപ്യ കപ്പൽ നിർമ്മാണശാല ഉൾപ്പെടെ വരാൻ പോകുന്നത്. അത്ര വലിയ ഒരു വികസന കേന്ദ്രമായിട്ട് പൊന്നാനി മാറാൻ പോവുകയാണ്. നേരത്തെ മുഹമ്മദ് ഖാസിം പറഞ്ഞതുപോലെ നമ്മുടെ പൊന്നാനി കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യവസായ അതുപോലെ വികസന കേന്ദ്രമായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ അതിനെ പാരമാക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലുള്ള കള്ളപ്രചരണവും നടന്നു. നാഷണൽ ഹൈവേ വരുമ്പോൾ നാഷണൽ ഹൈവേ വേണ്ടെന്ന് പറഞ്ഞവരുണ്ടല്ലോ, അങ്ങനെ വേണ്ട എന്ന് പറയും. കിഫ്ബിയെ ഉപയോഗിക്കാൻ പറഞ്ഞപ്പോൾ മഴപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് പറഞ്ഞവരുണ്ടല്ലോ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു വികസനവും കേരളത്തിൽ വരാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവരാണ്. നമുക്ക് വികസനം വേണം, ജനസൗഹൃദവും ആവണം, ഈ രണ്ടും ചേർന്ന് വേണം. അപ്പോൾ അതിൽ ജനങ്ങൾക്ക് എല്ലാ സംശയം ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് അവരെയും കൂടി ചേർത്ത് പിടിച്ച് നമുക്ക് ആ പ്രശ്നം പരിഹരിച്ച് വികസനം കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ കഴിയും. 1600 കോടി രൂപയുടെ പുതിയ വികസനം കൂടെ പൊന്നാനിയിൽ വരുന്നു എന്നാണ് ഇന്നലെ MLA സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതിശക്തിയായിട്ട് അവരെ എതിർക്കുന്നത് കൊണ്ട് 1% മാത്രമേ ഉള്ളൂ. 1%-ലെല്ലാം വിഷത്ര ശതമാനമാണ് വെള്ളത്തിൽ. ആകെ കേരളത്തിൽ 44 നദിയുണ്ട്. നല്ല തെളിനീരൊഴുകുന്ന നദിയാണ്. അതിൽ ഓരോന്നിലും പ്രദേശം വിഷം ചേർത്താൽ നദി മുഴുവൻ വിഷമില്ലേ. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ തെളിനീരിൽ RSകാരും BJPക്കാരും ചെയ്യുന്നത് പോലെ തന്നെയും, അല്ലെങ്കിൽ അതിൻ്റെ അത്രയും ഏതാണ്ട് ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യം പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷം കലക്കലാണ്. ആ വിഷം കലക്കുന്ന ഒരു ആശയതലത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ആശയതലത്തിൽ നല്ലപോലെ എതിർക്കുക മാത്രമേ പറ്റുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി ഇതിന് മുണ്ടാണ്ടിരിക്കുകയല്ല ചെയ്യുക, നല്ലോണം എതിർക്കുകയും ചെയ്യുക. RSന് മുണ്ടാതിരിക്കുകയല്ല ചെയ്യുക, നല്ലപോലെ എതിർക്കുകയും ചെയ്യുക. എതിർത്തുകൊണ്ടല്ലാതെ ആശയം കൊണ്ടല്ലാതെ നമുക്ക് നേരിടാൻ സാധിക്കില്ല. അത് മൈൻഡിയായിട്ട് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ശക്തിയായിട്ട് ഇടപെടാനുള്ള സാധ്യതയാണ് കിട്ടുക. ഇപ്പോൾ ലീഗിൻ്റെ നേതാവിനെ പറയാനുള്ളത് മതമാണ് പ്രശ്നം, രാഷ്ട്രീയം എല്ലാം എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അപ്പോൾ നേതയുടെ അവസാനം പറഞ്ഞു, ആരോ പറഞ്ഞു ഈ അങ്ങനെ പറയുന്നവരിൽ അധ്യയനം ഒന്നും ചെയ്യാതെ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജനങ്ങളോട് സംസാരിക്കുന്നു അങ്ങനെ തന്നെയാണ്, വർഗീയമായിട്ടാണ്, അതിശക്തിയായിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ശക്തിയായി നിലപാട് സ്വീകരിച്ചുകൊണ്ടല്ല, സ്വയം ഊർജ്ജത്തെ അടിസ്ഥാനത്തിൽ മാറ്റുക, ആശയത്തിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പല തൊഴിലാളികൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പോൾ ആദ്യം അവർക്ക് 50 രൂപ കൊടുത്തു, പിന്നെ ഇപ്പോൾ 25 രൂപ കൊടുത്തു. സ്വാഭാവികമായിട്ട് 75 രൂപ 3 മാസത്തിനുള്ളിൽ അവർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൂടി വരുന്ന മാറ്റമാണ്. പിന്നെ പെൻഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ പറഞ്ഞ പോലെ തന്നെ 70 വയസ്സ് 75 വയസ്സ് 80 വയസ്സായി. പെൻഷൻ തീരുമാനിച്ചാൽ 60 വയസ്സ് കഴിയുമ്പോൾ പോകണം. അപ്പോൾ പോകാൻ ആൾ ചെയ്യാറില്ല. 60 കഴിഞ്ഞ് 70 കഴിഞ്ഞ് 80 അതേ തൊഴിലാളി വയസ്സ് തൊഴിലാളി വർക്ക് ചെയ്യാണ്. പെൻഷനാന്ന് പറയുമ്പോൾ ചെറിയ പെൻഷനല്ലേ കൊടുക്കാൻ പറ്റും. പെൻഷൻ കൊടുക്കുന്നതിനെ പറ്റി നമുക്ക് അറിയിക്കാം. പക്ഷേ ഈ വയസ്സ് നിശ്ചയിക്കുമ്പോൾ ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവർ കുറേ കൊല്ലമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പോൾ 60 70 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അവരിപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കൂടി കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഈ വയസ്സ് നിർണ്ണയിച്ച് പെൻഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അറിയിക്കാൻ. അത് നമുക്ക് അറിയിക്കാം എന്നുള്ളതിനെ അവരാണ്. മലയാള യൂണിവേഴ്സിറ്റിക്ക് കെട്ടിടം പോകണം എന്നുള്ളതിനാണ്. നീ പല വെച്ചിട്ടാണ് കെട്ടിടം ഇല്ലാതെ പോകുന്നത്. അവരോട് പറഞ്ഞല്ലോ, കെട്ടിടം ഇല്ലാതെ വേറെ കൊണ്ടല്ല. ഗവൺമെൻറ് മുമ്പേ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം കിടത്തിയാണ്. അതിൻ്റെ പേര് പാലമന്നിക്കാണ്. പാലാന്ന് മനസ്സിലായില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളെ പ്രഭുവൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ കുട്ടികളെ അവരെ ഈ തെറ്റായ പ്രവണതകളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇവിടെ അവരെ താമസിപ്പിക്കാനുള്ള സ്ഥലമില്ല. കോഴിക്കോട് കൊണ്ടുകൊണ്ട് ചെയ്യാനുള്ളത്. പിന്നെ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണം.